ട്രേഡിംഗ് ആണോ ബെറ്റർ, ഇൻവെസ്റ്റ്മെന്റ് ആണോ ബെറ്റർ, എന്താണ് തോന്നിയിട്ടുള്ളത്? കാരണം അങ്ങനെയാണെങ്കിലാണ് പൈസ സേഫ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് പോകുന്ന വഴി നമ്മൾ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് കൂടി ഞാൻ കൊണ്ടുപോകാം. 50 ലക്ഷം എനിക്ക് പ്രോഫിറ്റ് കിട്ടും, പക്ഷേ 6 മാസം കൊണ്ട് വിറ്റ് പോയില്ലെങ്കിൽ 10 ലക്ഷം എൻ്റെ മൊത്തം പോയി. ഒരാള് ഇൻവെസ്റ്റ്മെന്റിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് ട്രേഡിങ്ങിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ജിതിൻ ട്രേഡിങ്ങിനെ ആണ് കൂടുതൽ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ട്രേഡിംഗ് ആണോ ബെറ്റർ, ഇൻവെസ്റ്റ്മെന്റ് ആണോ ബെറ്റർ, എന്താണ് തോന്നിയിട്ടുള്ളത്? വെയിറ്റേജ് കൊടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതായിരുന്നു വെച്ചാൽ ട്രേഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ പോലെ അതിൻ്റെ ഒരു 80% ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും. കാരണം അങ്ങനെയാണെങ്കിലാണ് പൈസ സേഫ് ആവുള്ളൂ. അത് പോകുന്ന വഴി നമ്മൾ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് കൂടി ഞാൻ കൊണ്ടുപോകാം. ട്രേഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല, അത് കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണ്. അതിൽ കുട്ടികൾ അത്യാവശ്യം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കുറച്ചും കൂടി ഈസി ആയി ടേക്ക് വർക്ക് ആയിരിക്കും. ട്രേഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അതിനെന്തെങ്കിലും ഒരു ഡീമെറിറ്റ്സ് കണ്ടിട്ടുണ്ടോ? അതോ ഇൻവെസ്റ്റിംഗ് ആണോ ബെറ്റർ സേഫ്, ട്രേഡിംഗ് ആണോ ബെറ്റർ? അല്ല, ഇതില് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരു തോന്നുന്നുണ്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഞാനൊരു രണ്ടും നല്ലതാണെന്ന് പറയുന്ന ഒരാളാണ്. രണ്ടും വേണം എന്നുള്ളതാണ്. അപ്പം പക്ഷേ രണ്ടിൻ്റെ ആവശ്യങ്ങൾ വേറെ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെൽത്ത് ക്രിയേഷൻ ആണ്, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ജോബാണ്. അപ്പോൾ നമ്മൾ ഒരു പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഡിസിപ്ലിൻ വേണം. അതേമാതിരി ആക്റ്റീവായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ജോലി പോലെ തന്നെ ചെയ്യണം. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പാസീവ് വർക്കാണ്. ഞാൻ എൻ്റെ അടുത്ത് 1 കോടി രൂപ ഉണ്ട്, ഞാൻ 1 കോടിക്ക് വാങ്ങും, എന്നിട്ട് എൻ്റെ ഉദ്ദേശം 2 കൊല്ലത്തിനുള്ളിൽ 1.5 കോടിക്ക് വിൽക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ പെട്ടെന്ന് ക്വിക്ക് ഗെയിൻ ഉള്ളതിനെ പറ്റിയിട്ട് അറിയാം. കച്ചവടക്കാരുടെ മൈൻഡ് സെറ്റാണ്. ഇനി അതല്ല, എൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് പൈസ ഉള്ളൂ. അപ്പോൾ ഞാൻ 10 ലക്ഷം തന്നിട്ടുള്ളൂ. എൻ്റെ കോൺഫിഡൻസ് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ എനിക്ക് 1.5 കോടിക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ 10 ലക്ഷം ആണെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ 1.5 കോടിക്ക് വിൽക്കണം എന്നുള്ളത്. അപ്പോൾ 50 ലക്ഷം എനിക്ക് പ്രോഫിറ്റ് കിട്ടും, പക്ഷേ 6 മാസത്തിനുള്ളിൽ വിറ്റ് പോയില്ലെങ്കിൽ 10 ലക്ഷം എൻ്റെ മൊത്തം പോയി. അപ്പോൾ ഇതാണ് ഈ ട്രേഡറും ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് നമ്മുടെ ക്യാപിറ്റൽ ഉള്ളത് നമ്മുടെ ഇൻവോൾവ്മെന്റ് എന്തോരം കൊടുക്കാൻ പറ്റും ഇതനുസരിച്ചാണ്. അപ്പോൾ രണ്ടും മോശമല്ല, രണ്ടും നല്ലത് തന്നെയാണ്. എനിക്ക് അതിനുള്ള ബാൻഡ്വിഡ്ത്ത് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ബി ട്രേഡർ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ബി ഇൻവെസ്റ്റർ. ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ടുപേരും അഭിപ്രായം ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ട്രേഡിംഗ് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ഇൻവെസ്റ്റിംഗ് പറഞ്ഞിട്ടില്ല.